പെരുന്നാളിൻ്റെ അന്ന് രാവിലെ 10 ചിക്കൻ കറി തലേദിവസം നോമ്പിനുണ്ടാക്കുകയാണെങ്കിൽ നോമ്പ് തുറക്കുമ്പോൾ കറിയായി, പിന്നെ രാവിലെ 10 എടുക്കുകയും ചെയ്യാം. കഴുകി വാരി വെച്ച ചിക്കൻ, അതിൻ്റെ കൂടെ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ സവാള അരിഞ്ഞു വെച്ചത്, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത്, അതുപോലെ പച്ചമുളക് കീറിയത്, തക്കാളി, മല്ലിപുതിന, വേപ്പില. അതിൻ്റെ കൂടെ ഇത് ഉപ്പാട്ടോ ബട്ടറല്ല. പിന്നെ കുറച്ച് സ്പൈസസ്, പട്ടയും ഗ്രാമ്പും ഏലക്കയൊക്കെ അതും കൂടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, ചിക്കൻ കറിയൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലോ ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന സ്പൈസസ് ഇടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ഏലക്ക ഭീകരനാണ്, ഏലക്ക പൊട്ടിത്തെറിക്കും. അതുപോലെ തന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ച് വെച്ചത് ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുത്തു. അതൊന്ന് ലൈറ്റായിട്ട് വഴറ്റി വന്നപ്പം അതിലേക്ക് നമ്മൾ കീറി വെച്ചിരുന്ന പച്ചമുളക് അതിട്ട് കൊടുത്തു. എന്നിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുത്തു. പച്ചമുളകും ചെറുതായിട്ട് ഒന്ന് വഴറ്റി വന്നപ്പം നമ്മൾ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള വഴറ്റിയെടുക്കൽ കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണല്ലോ. അപ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുമ്പം ഒരുവിധം വേഗം വഴറ്റി കിട്ടും. അപ്പോൾ സവാള നല്ലപോലെ അടച്ച് വെച്ച് തന്നെ വഴറ്റിയെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് തക്കാളി ചേർത്തു. തക്കാളിയും സവാളയും അതുപോലെ നന്നായിട്ട് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് പതിയെ അടച്ചു വെച്ച് ആ ആവിയിൽ വേവിച്ചെടുക്കണം. സവാളയും തക്കാളിയും ഒന്നും നല്ലപോലെ വഴറ്റി കിട്ടിയില്ലെങ്കിൽ ഗ്രേവിക്കൊരു തിക്നെസ്സും ഉണ്ടാവില്ല, കറി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു പച്ച സവാളയുടെ ഒരു ടേസ്റ്റ് പോലെ ഇരിക്കും. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ആ എടുത്തു വെച്ചേർന്ന പൊടികളൊക്കെ ഉണ്ടല്ലോ, മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടി, അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുകൾ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മസാലപ്പൊടികളുടെയൊക്കെ ആ പച്ചമണം പോകുന്ന അത്രയും നേരം തന്നെ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ കഴുകി വാരി വെച്ച ചിക്കൻ അതിലേക്കിട്ട് നല്ലപോലെ ആ മസാലയും ചിക്കനും തമ്മിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയും പുതിനയും കൂടി വിതറി കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് വെള്ളം ഒഴിക്കാതെ തന്നെ പതിയെ ആവിയിൽ വേവിച്ചിട്ട് അത് ഒരുവിധം ലൈറ്റായിട്ട് ആ ചിക്കൻ്റെ വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ നല്ലപോലെ വെന്തില്ലെങ്കിൽ അതിൻ്റെ എല്ലൊന്നും കടിക്കാൻ നേരത്തെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് പൂ പോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പത്തിരിയുടെ കൂടെ കഴിക്കാനുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഗ്രേവി പറ്റിച്ചൊന്നും എടുത്തില്ല കേട്ടോ. അത്യാവശ്യം തിക്കായിട്ടുള്ള ഗ്രേവി ആയതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ ഗ്ലാമറിന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു.